ഓരോരുത്തരുടെയും ചിന്തയും സ്വഭാവവും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരെയും ഒരുപോലെ ആവാനാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ്. മനഃശാസ്ത്ര വിദഗ്ധർ അവരുടെ സ്വഭാവത്തെയും മനോഭാവത്തെയും അടിസ്ഥാനമാക്കിയിട്ട് സ്ത്രീകളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം പറയാനുള്ളത്, ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് എടുത്ത് ചാടി തീരുമാനം എടുക്കരുത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ആൽഫ ഫീമെയിൽ. ആൽഫ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസവും തൻ്റെയോടവും വേണ്ടുവോളം ഉള്ളവരും ഏറെ ആകർഷകമുള്ളവരും ബുദ്ധിസാമർഥ്യമുള്ളവരും മനംകരുത്തുള്ളവരും ആയിരിക്കും. ഇവരെ ആളുകൾ എത്ര തന്നെ വിമർശിച്ചാലും ഇവർക്ക് ഒരിക്കലും സ്വന്തം കൈവില സംശയം തോന്നില്ല. ഇവർക്ക് ഏറെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടാകും. ഇവർ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ താരമായിരിക്കും. ഇവരുടെ സ്റ്റൈല് മറ്റു പെൺകുട്ടികൾ അനുകരിക്കാൻ ശ്രമിക്കും. സമൂഹത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഇവരോട് എളുപ്പം ഇഷ്ടം തോന്നും. ഇവർക്ക് പുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ശ്രദ്ധ ഏറെ ഇഷ്ടമാണ്. എങ്കിലും ഇവർക്ക് ഒരു ഉറച്ച വ്യക്തിത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവരെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ഇവർ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇവരെ ഉള്ളുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിലും പുറമെ നോക്കുമ്പോൾ ഇവർ വളരെയധികം മനംകരുത്തുള്ളവരായിട്ടേ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വികാരങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇവർ ഏതൊരു മേഖലകളിലും ഒരു ബോസിനെ പോലെ നയിക്കുന്നു. ആൽഫ ഫീമെയിൽസ് ഒരു പുരുഷനെ ഇഷ്ടം തോന്നിയാലും അവർ ആദ്യം തന്നെ തുറന്നു പറയാനായിട്ട് മടിക്കില്ല. പുരുഷൻ എത്ര തന്നെ ഗൗരവമായാലും അവർ അവരുടെ മുമ്പിൽ പകച്ചു നിൽക്കില്ല. പറയാനുള്ളത് വ്യക്തി തുറന്നു പറയും. ഇവര് അനുകമ്പയുള്ള ഹൃദയവും അതുപോലെ തന്നെ നല്ല സ്റ്റൈലുള്ളവരായതുകൊണ്ട് തന്നെ കാമുകിയാകാൻ ഇവർക്ക് സാധിക്കും. ബീറ്റ ഫീമെയിൽസ് ഏറെക്കുറെ ആൽഫ ഫീമെയിൽസിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആത്മവിശ്വാസം കുറവാണ്. ഇവർക്ക് സ്വന്തം കഴിവിൽ എപ്പോഴും സംശയം തോന്നിക്കൊണ്ടിരിക്കും. ഇത്തരം ആളുകൾ ആരോടും വാക്കുതർക്കത്തിൽ പോലും ഏർപ്പെടുന്നത് വളരെയധികം വിരളമാണ്. ഇവർക്ക് ബഹളങ്ങളൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല. ആർക്കും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജോലി പോലും ഇവർ മടി കൂടാതെ ഏറ്റെടുക്കും. പക്ഷേ ഇവർക്ക് അർഹിക്കുന്നത്ര പരിഗണന ഒന്നും കിട്ടാറില്ല. ഇവർക്ക് ഒരേ തരത്തിലുള്ള ആളുകളോടും എങ്ങനെ സംസാരിക്കണമെന്ന് നല്ലപോലെ അറിയാം. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി അവർ അവരുടെ വികാരങ്ങളെ തന്നെ മറച്ചു വെക്കും. ഇവരുടെ സ്നേഹമുള്ള പെരുമാറ്റം കാണുമ്പോൾ ആരും തന്നെ ഇവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഇത്തരം ആളുകളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കില്ല. അവർ ഒരിക്കലും സ്വയം സൗന്ദര്യമുള്ളവരാണെന്ന് കരുതില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവരെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ആകെ ഒന്ന് അമ്പരന്ന് പോകും. ഇവർക്ക് തോന്നും ആർക്കും തന്നെ ഇവരെ ഇഷ്ടമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും പ്രേമത്തിന്റെ കാര്യത്തിൽ മുൻകൈ എടുക്കില്ല. തങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് ഇത്തരം ആളുകൾ. നമ്പർ 3, പെൽറ്റ് ഓഫ് ഫീമെയിൽ. ഇവർ ഒരുപാട് അന്തസ്സുള്ളവരും നാണമുള്ളവരും ഏകാഗ്രത ആസ്വദിക്കുന്നവരുമാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ക്ഷമയുള്ളവരാണ്. ഇത്തരം ആളുകൾ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും. മുമ്പിലുള്ള ആള് ദേഷ്യപ്പെട്ടാൽ പോലും ഇവർ ചൂടാകില്ല. ശത്രുക്കളെ പോലും നല്ല സുഹൃത്താക്കാനായിട്ട് ശ്രമിക്കും. ഒരാളോട് പ്രേമം തോന്നുമ്പോൾ അതിനെ ക്ഷമയോടെ സമീപിക്കും. ആദ്യം അവരെ സുഹൃത്താക്കാനായിട്ട് നോക്കും. അവരെ നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അവർ ഫ്രണ്ട്സ് ആക്കുക. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.